വിഷ്ണുഭഗവാന്റെ 8ാമത്തെ അവതാരമാണ് ബലരാമന്. ബലഭദ്രന്, ബലദേവന് തുടങ്ങിയ പേരുകളിലും ബലരാമൻ അറിയപ്പെടുന്നു. അതിയായ ബലത്തോടു കൂടിയവനും സർവരെയും ആകർഷിക്കുന്ന സ്വരൂപത്തോടു കൂടിയവരുമായതുകൊണ്ട് ബലരാമന് എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. ബലരാമന് ആദിശേഷന്റെ അവതാരമാണെന്നും പരാമർശങ്ങളുണ്ട്. വിഷ്ണുഭഗവാന് ശ്രീരാമാവതാരത്തെ സ്വീകരിച്ചപ്പോൾ ആദിശേഷന് ലക്ഷ്മണനായി അവതരിച്ചു. ശ്രീകൃഷ്ണാവതാരത്തിൽ ആദിശേഷന് ജ്യേഷ്ഠ സഹോദരനായി ബലരാമന് എന്ന നാമധേയത്തിലും അവതരിച്ചു. ബലരാമന് വെളുത്തതും ശ്രീകൃഷ്ണന് കറുത്തതുമായ സ്വരൂപത്തോടുകൂടിയവരാണത്രേ. ഇതു സംബന്ധിച്ച ഒരു ഐതിഹ്യമുണ്ട്. ഭൂലോകത്തില് ദുഷ്ടന്മാരുടെ ഉപദ്രവം വർദ്ധിച്ചുവന്നപ്പോൾ ഭൂമിദേവിയും ദേവന്മാരും കൂടി വിഷ്ണുഭഗവാന് ചെന്ന് ശരണം പ്രാപിച്ചു. അപ്പോൾ ഭഗവാന് തന്റെ ശിരസ്സിനു നിന്നും വെളുത്തതും കറുത്തതുമായ 2 രോമങ്ങളെ എടുത്ത് അവ അവതാരങ്ങളായിത്തീരുമെന്ന് പറഞ്ഞുവത്രേ. അങ്ങനെയാണത്രേ ബലരാമനും ശ്രീകൃഷ്ണനും അവതരിക്കുന്നത്. രേവതിയാണ് ബലഭദ്രന്റെ പത്നി. സ്വന്തം കർത്തവ്യമായ കൃഷിയിൽ പൂർണ്ണമായും മുഴുകിയ ബലരാമന്റെ ആയുധം കലപ്പയായിരുന്നു. ഗദായുധത്തിലും ഇദ്ദേഹം അതിനിപുണനായിരുന്നു. കൃഷിയുടെ സൗകര്യത്തിനായി കാളിന്തി നദിയെ കലപ്പ കൊണ്ട് ഉഴുത് ഗതി മാറ്റിയതായി പുരാണങ്ങളിൽ ചിത്രീകരിക്കുന്നുണ്ട്. മേടമാസത്തിലെ കറുത്ത വാവു കഴിഞ്ഞുവരുന്ന വൈശാഖമാസ ശുക്ലപക്ഷ തൃതീയ ദിവസമായിരുന്നു ബലരാമൻ അവതരിച്ചത്.